പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എന്നെ തന്നെ എൻ്റേതായ കുറച്ച് അഹങ്കാരത്തിൻ്റെ കാര്യങ്ങൾ പറയാമെന്ന് ഉദ്ദേശിക്കുന്നു. ഞാൻ ഏതൊരു പരിപാടി നടത്തിയാലും ഭയങ്കരമായിട്ട് കാലേ കൂട്ടി ചിന്തിക്കും. അത് ഓരോ കാര്യങ്ങളും ആദ്യ പടി തൊട്ട് ഇങ്ങനെ ചിന്തിക്കും. അതങ്ങനെ വേണം, ഇതിങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലങ്ങോട്ട് പ്ലാൻ ചെയ്യും. എന്നിട്ട് അതിങ്ങനെ അങ്ങോട്ട് നടത്തും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. മൂത്ത മോളുടെ വിവാഹം നടന്നു. എൻ്റെ കയ്യിൽ 5 പൈസ ഉണ്ടായിരുന്നില്ല. അത് തന്നെയല്ല, അന്നൊരു വലിയ അബദ്ധം പറ്റി. ഞാൻ ചേച്ചി കുട്ടികൾ കൂടി ടൗണിൽ കൂടി എന്തോ ഒരു കാര്യത്തിന് പോയതാണ്. ഇത്ര വർഷമായതാണ്, അത് ഓർമ്മയില്ല എന്തിനു പോയതാണ്. അങ്ങനെ പോരുമ്പോൾ ഈ കാർഡ് അടിക്കുന്ന ഒരു ഷോപ്പ് കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളേതായാലും ഇവിടം വരെ വന്നതല്ലേ, നമുക്ക് ഒരു ഇത്ര കാർഡിന് കൊടുത്തിട്ട് പോയാലോ. അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പിൽ കയറി. അപ്പോൾ പലതരം കാർഡുകൾ നമ്മളെ കാണിച്ചു. കല്യാണക്കുറി കാണിച്ചു. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം, അധികം പൈസയൊന്നുമില്ലാതെ ഒരെണ്ണം അവരോട് പറഞ്ഞു ഇത് മതി. അപ്പോൾ അവർ നമ്മളോട് ഒരു കടലാസ് തന്നിട്ട് പറഞ്ഞു, ഈ കാർഡിൽ അടിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി തന്നോളൂ. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ഒരു മഹാവിഷ്ണുവിൻ്റെ അമ്പലമുണ്ട് നമ്മുടെ വീടിനോട് തൊട്ടടുത്തല്ല, ഇത്തിരി അങ്ങോട്ട് നീങ്ങണം. അവിടെ നടത്താമെന്ന് നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. നമ്മുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഒരാണിൻ്റെ വാക്കുകളോ ഒരു കൈത്താങ്ങോ നമുക്കില്ല കേട്ടോ. ചെയ്യുന്നത് മൊത്തം എന്നൊരു വ്യക്തി, അതിൻ്റെ കൂടെ നിൽക്കാൻ ചേച്ചിയും എൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കിങ്ങനെ സംസാരിച്ച് അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വേറൊരാൾ എനിക്കില്ല. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പേര് കൊടുത്ത് അവർ കൈകാര്യം ചെയ്ത് കാർഡ് കൈ കിട്ടിയപ്പോഴാണ് എനിക്ക് ബോധം വരുന്നത്. കാരണം നമ്മൾ അമ്പലത്തിലെ വിഷയം സംസാരിച്ചിട്ടില്ല. അയ്യോ, ടെൻഷൻ വന്നിട്ട് അങ്ങോട്ട്, കാരണം നമ്മളത് കുറേ പേർക്ക് കൊടുത്തു. ടെൻഷൻ വന്ന് ഞാൻ തകർന്നു. ചെറുക്കൻ്റെ വീട്ടിലും കൊടുത്തു കാർഡ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് അമ്പലത്തിലേക്ക് ഓടി. അമ്പലത്തിൽ അന്നേ ദിവസം എന്തെങ്കിലും സാഹചര്യത്തിൽ അവിടെ ആ വിവാഹം, നമ്മുടെ ഈ വിവാഹം നടന്നില്ല എങ്കിൽ, കാരണം അവർക്ക് പരിപാടിയിൽ മാറ്റം വരുത്താൻ കമ്മിറ്റിക്ക് പൂർണ്ണ അധികാരമുണ്ട് എന്ന് പറയുന്നത് പോലെ, നമ്മൾ ഈ കാര്യം ഇങ്ങനെ കാർഡ് അടിച്ചു പോയി നമുക്ക് അന്നേ ദിവസം അവിടെ വിവാഹം നടത്തണം എന്ന് പറയാൻ അവർ സമ്മതിച്ചില്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അന്ന് നടക്കില്ല കേട്ടോ, അയ്യോ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ പെട്ടു. ഉള്ള ദൈവങ്ങളെ മുഴുവൻ വിളിച്ച് പ്രാർത്ഥിച്ച് അലച്ചുകൂട്ടി അവിടെ ഓടിയെത്തി തിരുമേനിയോട് വിവരം പറഞ്ഞു. അപ്പോൾ നോ പ്രോബ്ലം, സമ്മതമാണ്. അന്ന് ഞാൻ അനുഭവിച്ചൊരു തീയുണ്ടല്ലോ, അതുപോലെ നമ്മളിങ്ങനെ എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിനൊരു വലിയ തടസ്സങ്ങളൊന്നും മുന്നിൽ നിൽക്കാണ്ട് കാര്യങ്ങളൊക്കെ ക്ലിയറായി ഞങ്ങൾ നടന്നു പോകും. അന്നൊന്നും ഒരു തരി സ്വർണം എന്ന് പറയുന്നത് ഞങ്ങളുടെ കയ്യിലില്ല, ഞാനും എൻ്റെ 2 പെൺകുഞ്ഞുങ്ങളും. പക്ഷേ അവൾക്ക് വേണ്ട ആഭരണങ്ങൾ മുഴുവനും, ചുരുങ്ങിയത് കല്യാണത്തിൻ്റെ തലേദിവസം കണ്ണൂരിൽ നിന്ന് അവളുടെ അച്ഛൻ്റെ അമ്മായിയുടെ മകൻ ഭാര്യ ഗോപിച്ചേട്ടനും ചേച്ചിയും വന്നപ്പോൾ അവർ തൃശ്ശൂർ എത്താറായപ്പോഴത്തേക്കും വിളിച്ചു മോളോട് ടൗണിലേക്ക് വരാൻ പറഞ്ഞിട്ട്. 2 പെൺകുട്ടികളും കൂടി, കാരണം എനിക്ക് പോകാൻ സമയമില്ല. ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 1.25 പവൻ്റെ നെക്ലസ് കുടുക്കി ചെയിൻ. അപ്പോൾ അതും അങ്ങനെ വളയായിട്ടും കൈ ചെയിനായിട്ടും ഒക്കെ നിറയെ സ്വർണം കിട്ടി മൂത്ത മോൾക്ക്. അപ്പോൾ നമ്മൾ തലേ ദിവസം ഒരു ചടങ്ങ് നടന്നാൽ അതിൽ ഏറ്റവും പ്രധാനം ഭക്ഷണത്തിനാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ഉള്ളൂ. അപ്പോൾ തലേദിവസം ഇത്തിരി മീനും മോര് അങ്ങനെയുള്ള കറികളൊക്കെ കൂട്ടിയിട്ട് നല്ല ഊണ്. അപ്പോൾ പറഞ്ഞു വന്നാൽ കുറേ ഉണ്ട്. ഭർത്താവിൻ്റെ അനിയന്മാരും ചേട്ടനും അതേപോലെ എൻ്റെ ആൾക്കാർ ഒക്കെ വീട്ടിൽ കൂടിയിട്ട് വീട്ടിലാണെങ്കിൽ ഒരു അടുപ്പ് കത്തിച്ചിട്ടില്ല, യാതൊരു സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ല ഭക്ഷണത്തിന് വേണ്ടി, അത്താഴം കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ അനിയന്മാർക്കൊക്കെ ടെൻഷനാകാൻ തുടങ്ങി. ചേട്ടത്തി
എന്താ ഏതാ എങ്ങനെയാണെന്ന് വെച്ചിട്ട് അവർ നടക്കുന്നത്. നിങ്ങൾ സമാധാനപ്പെട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. അങ്ങനെ പറഞ്ഞ ഒരു 7-7:30-ക്കുള്ളിൽ ഊണെത്തി. അതെത്തിക്കഴിഞ്ഞപ്പോഴാണ് അവർക്ക് അവരുടെ ശ്വാസം നേരെ വീണത്. കാരണം ചേട്ടൻ്റെ മോളാണ്, ചേട്ടനില്ല. അങ്ങനെ അത്താഴം ഒക്കെ കഴിച്ച് എല്ലാവരും സന്തോഷത്തോടുകൂടി പിരിഞ്ഞു. വന്നവരൊക്കെ അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ വിളിച്ചവരൊക്കെ സന്തോഷമായിട്ട് പിരിഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്ത് രാവിലെ എന്തോ ഉപ്പുമാവായിരുന്നു തോന്നുന്നുണ്ട്. അത് ചായയും കാര്യങ്ങളും. പിന്നെ അമ്പലത്തിലായിരുന്നു കെട്ട്. ഞാൻ പറഞ്ഞല്ലോ, മഹാവിഷ്ണു ഭഗവാന്റെ അമ്പലത്തിലായിരുന്നു കെട്ട്. കെട്ടാൻ വേണ്ടി നമ്മൾ പോയി. കല്യാണം കഴിഞ്ഞു, തിരിച്ചു വന്നു. നല്ല സദ്യ, പച്ചക്കറി, നല്ല സദ്യ എന്ന് പറഞ്ഞാൽ എല്ലാവരും സമ്മതിച്ച് തന്നൊരു സദ്യ. അങ്ങനെ നടന്നു. എന്നിട്ട് ശാലുവിൻ്റെ അച്ഛൻ്റെ വീട്ടിൽ അവർ ഇവിടെ വന്നവർ അവിടെ ചെന്നിട്ട് പറഞ്ഞു ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള കല്യാണമായിരുന്നു അത്രേ. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല, വലിയ ഭയങ്കര മോടി പിടിപ്പിച്ചിട്ടുള്ള അങ്ങനെയല്ല. പക്ഷെ അത് നടന്ന് വരുമ്പോൾ അങ്ങനെ ആയി മാറിപ്പോവും. അതൊരു ഈശ്വരാധീനം എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ ഇപ്പം ചുരുക്കം ഈ കഴിഞ്ഞ 25-ാം തീയതി നമ്മുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടായിരുന്നല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് പൈസ കാര്യങ്ങളൊന്നും മാറ്റി വെച്ചിട്ടല്ല ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ദിവസങ്ങളിങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പം ആരൊക്കെ വരും, ആരെയൊക്കെ വിളിക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഡോക്ടറെ അടുത്ത് നമ്മൾ 2 ആഴ്ച മുന്നേ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു ഒരുപാട് പേരെ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടികൾ നടത്തരുത്. ഇപ്പോഴാണെങ്കിൽ പലതരം പനികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു നൂലുകെട്ടൊക്കെ നിങ്ങൾക്ക് വരണില്ലേ? അദ്ദേഹം രേണുക മാഡം ഹിന്ദു തന്നെയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അതിനൊക്കെ എന്താ ചെയ്യുക, ആൾക്കാരെ അധികം വിളിക്കുന്നുണ്ടോ? അപ്പം ഭാഗ്യത്തിന് കുഞ്ഞിൻ്റെ അച്ഛനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാനും പാറുവും ജിഷ്ണുവും കൂടിയിട്ടാണ് കുഞ്ഞിനെ കൊണ്ടല്ല പാർവതിനെ കൊണ്ടുപോയത്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ജിഷ്ണുവിന് ആ കാര്യത്തിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായി. അവിടുന്ന് അവർ 5 പേരും ഡ്രൈവറും 6 ആൾ. നമ്മളിവിടെയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, വളരെ ചുരുക്കി വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചു. ഫോൺ എടുക്കാത്തവരും തിരിച്ചു വിളിക്കാത്തവരും ഒക്കെ ഉണ്ട്. അത് അവരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തി. കാരണം നമുക്ക് പല പല വേദനകളും വിഷമങ്ങളും വരുന്ന സമയത്തൊക്കെ മാറി നിന്ന് കുറ്റം പറയാനും അല്ലെങ്കിൽ ചെയ്തതിനെ പോരായ്മകൾ കണ്ടുപിടിക്കാനും ഒക്കെ അല്ലാതെ നമ്മളോട് ചേർന്ന് നിൽക്കാനായിട്ട് ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ മതി. അല്ലാതെ നമ്മുടെ ഒരു പരിപാടിയിൽ വന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞിരുന്ന് കരയുക, അങ്ങനെ ചെയ്യുക, അങ്ങനെ സംഗതി എങ്ങനെയെങ്കിലും ഒന്ന് പൊളിച്ച് കയ്യിൽ പിടിപ്പിക്കുക എന്നുള്ള പ്ലാനും പദ്ധതിയോട് കൂടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന കുറച്ച് പേരുണ്ട്, നമ്മുടേതായ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി നിർത്തി. വേണ്ടാന്നേ, നമുക്ക് എന്താ വേണ്ടത്, മനസ്സമാധാനം വേണം. ഒന്നാമത് ആകെ കൂടിയിട്ട് ഞാനും എൻ്റെ 2 മക്കളും മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്കിങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ആരും ഇല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു ചുരുങ്ങിയ ചിലവിൽ നമ്മളൊപ്പം നിൽക്കാൻ ആരുണ്ടോ, അവർ മതി കാര്യങ്ങൾക്ക്. അങ്ങനെ പക്ഷേ ഇട ദിവസം ആയത് കാരണം എൻ്റെ ഇളയ ആങ്ങളയ്ക്കും നാത്തൂനും നിർബന്ധമായിട്ടും ജോലിക്ക് പോകേണ്ട ഒരു കാര്യം. കാരണം അവർ കഴിഞ്ഞ ആഴ്ച കുറച്ച് അസുഖങ്ങളായ കാര്യങ്ങളൊക്കെ ആയിട്ട് ലീവ് എടുത്തു. അത് കാരണം അവർക്ക് ലീവ് കിട്ടിയില്ല. പക്ഷേ വൈകുന്നേരം അവർ വന്നു, കുടുംബമായിട്ട് മക്കളെയൊക്കെ കൂട്ടി വന്നു. പകലാണെങ്കിലും ഞങ്ങളിവിടെ ഉള്ള ആൾക്കാരൊക്കെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട്, അത് ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ജോലിയുടെ ഭാഗമായിട്ട്. കഴിഞ്ഞ ന്യൂ ഇയർ ക്രിസ്മസിൻ്റെ ഭാഗം അതിനോടനുബന്ധിച്ചിട്ട് അന്നേരം ഒരു ടീം അവിടെ ബിരിയാണി എത്തിച്ചു. നല്ല ഫുഡായിരുന്നു, നല്ല ഫുഡ്. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ പാർവതിയുടെ കൂട്ടുകാരോ ആരോ വരുന്ന എന്തൊരു ചടങ്ങുണ്ടായിരുന്നു. അന്നേരം ഞാൻ അവരെ വിളിച്ചിട്ടാണ് ബിരിയാണി ഏൽപ്പിച്ചത്. അത് കൊണ്ടു തന്നു. ഈ പറഞ്ഞ പോലെ നല്ല ഭക്ഷണം, ഒരു കുറ്റവും പറയാനില്ല. അങ്ങനെ അപ്പോൾ എനിക്ക് തോന്നി അവരെ ഞാൻ വിളിച്ചു. ഞാൻ വിചാരിച്ചത് അവിടുന്ന് ജിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5-6 പേര് വരുമ്പോൾ നമ്മളിവിടെ കുറച്ച് പേര് ഒരു കലത്തിൽ അരിയിട്ട് എന്തെങ്കിലും ഒരു 2-3-4 കൂട്ടം കറിയും ഇത്തിരി പായസമൊക്കെ ഉണ്ടാക്കി അത് മതി എന്നങ്ങോട്ട് വിചാരിച്ചപ്പോൾ പിന്നെ ആലോചിച്ചപ്പോൾ എന്നെ കൊണ്ടൊന്നും പറ്റാത്ത കാര്യം വെറുതെ ഏറ്റെടുത്ത് ആകെ ഞാൻ ടെൻഷനായിട്ട് തവിടുപൊടിയായി പോകുന്നതിനേക്കാളും ഭേദം ഇതേപോലെ ആരുടെയെങ്കിലും ഒരു ഇത്തിരി ഊണ് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ നല്ലത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ വിളിച്ചു.
അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് അവർ നല്ല പരിചയം കണ്ടിട്ടില്ല. കഴിഞ്ഞ തവണയും ഭക്ഷണം ഒരു ഓട്ടോറിക്ഷയിൽ കൊടുത്തു വിടുക ചെയ്തത്. അപ്പോൾ അതുപോലെ കണ്ടിട്ടില്ല, ആ ഓട്ടോക്കാരനല്ലാണ്ട് നമ്മൾ അവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് ചെറുപ്പ പിള്ളേരാട്ടോ, ഭാര്യയും ഭർത്താവും, മക്കൾ നിങ്ങൾക്ക് ബിരിയാണിയുടെ പരിപാടി മാത്രമുള്ളൂ, പച്ചക്കറി കൊണ്ട് കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഊവ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു ഈറ്റിപ്പൂ തോന്നുന്നു. കാരണം 6 പേര് അവിടുന്ന്, പിന്നെ ഞാൻ പാറു, താഴെ ഷാലിൻ്റെ വീട്ടിൽ നിന്ന് അവർ 3-4 പേര്, ചേച്ചി മോള്, പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ തറവാട്ടിൽ ആങ്ങള, അച്ഛൻ, നാത്തൂൻ, പിള്ളേർ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പം ആ ഒരു നേരത്തെ ഊണ്, പിന്നെ വൈകുന്നേരം അത്താഴം ഒക്കെ, അങ്ങനെ ഒരു 20 കുറച്ചിട്ട് എങ്ങനെയാണ് ഊണ് പറയാൻ നിർത്തിട്ട് 20 ഊണ് പറഞ്ഞു. ഒരു ഊണിന് 140 രൂപ. എത്ര തരം കറി വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു 5 കൂട്ടം കറി. അല്ല ചേച്ചി, അന്ന് ഞങ്ങൾക്ക് വേറെ ഉണ്ട് കൊടുക്കാനായിട്ട്, അപ്പോൾ 7 തരം കറി, പരിപ്പ് പായസമാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല, സന്തോഷമായി. പക്ഷേ ഇവിടെ ജിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് അപ്പം തന്നെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഫുഡ് എത്തി. നമ്മൾ പാത്രം അപ്പം തന്നെ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ വീണ്ടും മറ്റൊരു വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ വാടക കൂടും. 200 രൂപ വണ്ടി വാടക ഒരു ചാല് വരുന്നതിനുണ്ട്. അങ്ങനെ ഈ പാത്രം ഒഴിവാക്കിയപ്പോൾ 7 തരമല്ല, 8 തരമല്ല, 9 തരമല്ല, 10 കൂട്ടം കറിയും പരിപ്പ് പായസവും പപ്പടും, പിന്നെ എന്താ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലും വളരെ ഭംഗിയായി. കറികളാണെങ്കിലോ ഒന്നിനൊന്ന് മെച്ചമായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വലുതായിട്ടൊന്നും നമ്മൾ കരുതിക്കൂട്ടി കൈകാര്യം ചെയ്യണതല്ല, പക്ഷെ ചെയ്യുമ്പോൾ അങ്ങനെ എല്ലാം നല്ല പോസിറ്റീവ് ഒരു ആ ഒരു അവസ്ഥയിലേക്ക് എത്താണ്. നമ്മളറിഞ്ഞുകൊണ്ടല്ലത്, ദൈവം അങ്ങനെ ആക്കി തരിക. അപ്പോൾ പിന്നെ ഞാൻ അതിനു മുമ്പ് തന്നെ വിചാരിച്ചായിരുന്നു, കുഞ്ഞിൻ്റെ നൂലുകെട്ട ഞാൻ ജിഷ്ണുവിനെ വിളിച്ച് പറഞ്ഞായിരുന്നു, ജിഷ്ണു സമയം നോക്കണം, കാരണം ഏതെങ്കിലും ഒരു സമയത്ത് കെട്ടിയാൽ പോരെ. അങ്ങനെ ജിഷ്ണു അവിടെ പോയിട്ട് ഒരു ജോലിസ്ഥിരക്കുണ്ട്, സമയം കുറിച്ചിട്ടുണ്ട്. അങ്ങനെ സമയം നോക്കി. അപ്പോൾ ഞാനിങ്ങനെ ശാലിനോട് പറഞ്ഞു, ഗണപതിക്ക് വെക്കണം, ഒരു നിലവിളക്ക് വെക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഒരു പായലിരുന്നിട്ട് കുഞ്ഞിൻ്റെ അരയിൽ നൂല് കെട്ടിയാൽ പോരാ, ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. അന്നേരം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പൂജാസാധനം, തൊട്ടടുത്തല്ല, ശാലിന് വണ്ടി ഉണ്ടല്ലോ, അത് കാരണം പോവാം. അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു 8 കൂട്ടം ഗണപതിക്ക് വെക്കേണ്ട സാധനങ്ങൾ, അവരെ മലയ ശർക്കര, കരിമ്പടക്കം, അതൊക്കെ പറഞ്ഞു. ചന്ദനത്തിരി, വിളക്കുത്തിരി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശാലു അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. രാവിലെ സൂചനയില വെട്ടി തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് പാറു എന്നാൽ ഏത് ഡ്രസ്സാണ് പാറു ഇടുകയെന്ന് ചോദിച്ചു. അമ്മ ഞാൻ ധാവണി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്, ഒന്ന് തേച്ചെടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന്, പക്ഷേ ബ്ലൗസൊന്നും പാകാവുന്നില്ല. കാരണം ഇപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞ പെൺകുട്ടിയല്ലേ, പഴയ ബ്ലൗസൊന്നും പാകാവില്ല. അന്നേരം അതെടുത്ത് നോക്കുമ്പം പറ്റില്ല അത്. അന്നേരം പിന്നെ ഇതായിട്ട് എന്തിനാ അങ്ങനെ ഒരു കുറവ് വേണ്ടാന്ന് ഓർത്തിട്ട് ഞാൻ അതും ശാലിനോട് 2 ദിവസം മുന്നേ പറയാണ്, പാർവതിക്ക് ഒരു സെറ്റ് മുണ്ട് വാങ്ങിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞ് കാശ് കൊടുക്കണു. സെറ്റ് മുണ്ട് തലേൻ്റെ തലേദിവസം സെറ്റ് മുണ്ട് വാങ്ങിച്ചു. അപ്പോൾ ബ്ലൗസിന് തുണി. അന്നേരം ഞാൻ പാർവതി പറഞ്ഞു, ജിഷ്ണുവിന് ഇത് ഫോട്ടോ അയച്ചു കൊടുക്കുക, ഈ സെറ്റ് മുണ്ട്. അപ്പോൾ അതിൽ 3 കളറുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു കളർ ഷർട്ട് എടുക്കാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ അതും ആയിട്ടോ. ജിഷ്ണു പച്ച ഷർട്ട് എടുത്ത്, പാർവതിക്ക് പച്ച ബ്ലൗസ് എടുത്തു. അങ്ങനെ അതും അവർ രണ്ടാളും കൂടി നല്ലൊരു ചേർച്ചയിൽ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ അങ്ങനെ ഞാൻ തന്നെ നിലവിളക്ക് കൊളുത്തി ഗണപതിക്ക് വെച്ചു. ഇടങ്ങഴിയുണ്ട്, അതിൽ പറ നിറച്ചു. കിണ്ടിയിൽ ഗംഗാജലത്തെ മനസ്സുകൊണ്ട് ആവാഹിച്ച് അതും വെച്ചു. അങ്ങനെ എല്ലാം കുട്ടിക്ക് അവർ വയമ്പും പിന്നെ എന്തോ ഒരു സംഭവം അത് കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കൺമഷി ഏത് കമ്പനിയുടെ കൺമഷി എന്ന് മറന്നുപോയി. 100 രൂപയ്ക്ക് മേലാണ് കൺമഷിയുടെ വില. പിന്നെ കരിവട, ഗോൾഡൊന്നും ഇല്ല കേട്ടോ, അതൊക്കെ നമ്മൾ 90-ന് വേണ്ടിയിട്ടാണ് ആ പരിപാടികളൊക്കെ മാറ്റി വെച്ചിരിക്കുന്നത്. അങ്ങനെ പഞ്ചലോഹം കൊണ്ടുവന്നവർ, കറുത്ത ചരട്, അങ്ങനെ എല്ലാം ഭംഗിയായി. അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഭയങ്കരമായ ഒരു സ്നേഹം, ഒരു ബഹുമാനം, ഒരു ആൺതുണയില്ലാണ്ട്, ഒരാളും ഒരു സപ്പോർട്ടിനില്ലാണ്ട്
എങ്ങനെ ഇതൊക്കെ അങ്ങോട്ട് നടന്നു പോകുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എല്ലാവർക്കും അറിയാം, എൻ്റെ സ്റ്റാറ്റസ് കാണുന്നവർക്കും ഈ ഞാനിട്ടിരിക്കുന്ന കൊച്ചു കൊച്ചു വീഡിയോസ് കാണുന്ന എൻ്റെ പരിചയത്തിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഇത് അടിച്ചുപൊളി പരിപാടിയായിരുന്നു. പക്ഷേ യാതൊരു അടിച്ചുപൊളി പരിപാടിയില്ല. നമ്മൾ ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, അതങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് നമ്മൾ വെള്ളം കലക്കിയിരുന്നു കുടിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ കൂടെ വേറെ സ്നാക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, വെള്ളം മാത്രം. അത് കഴിഞ്ഞു പിന്നെ അപ്പോഴത്തേക്ക് ഫുഡ് എത്തി. ആ ഫുഡ് എല്ലാം നമ്മൾ വാങ്ങിച്ച് പകർന്ന് വെച്ച് പാത്രം കൊടുത്ത് വണ്ടിക്കാരനെ പറഞ്ഞു വിട്ട് പിന്നെ വേഗം തന്നെ കൈയും കാലും മുഖമൊക്കെ കഴുകി രാവിലെ നമ്മൾ കുളിച്ചതാണല്ലോ. ഈ നിലവിളക്ക് കൊടുത്ത് 5 തിരിയിട്ട് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് വടക്ക് കിഴക്ക് അങ്ങനെ 5 തിരിയിട്ട് നമ്മൾ നിലവിളക്ക് കൊളുത്തി ഗണപതിക്ക് വെച്ചു. പരിപാടിയെല്ലാം മംഗളമായി. അങ്ങനെ എന്തൊരു കാര്യം നടന്നാലും അങ്ങനെയാണ്. മറ്റൊരാളെ നമ്മൾ കൂട്ട് വിളിച്ചിട്ട് കാര്യങ്ങളെക്കുറിച്ച് ഐഡിയ ചെയ്ത് പറഞ്ഞു വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു കാര്യം നടക്കില്ല. പകരം ഞാൻ എൻ്റെ മനസ്സാക്ഷിയോട് തന്നെ സംസാരിക്കും. എന്താ വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സാക്ഷി എനിക്ക് പറഞ്ഞു തരും. ആ റൂട്ടിലാണ് ഞാൻ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ദൈവം ഒരു ചതിക്കുഴിയിലും എന്നെ കൊണ്ട് അതുകൊണ്ട് തന്നെ ചാടിച്ചിട്ടില്ല. ഞാൻ ഭയങ്കരമായ ഒരു ഈശ്വര വിശ്വാസിയാണ്. വീഡിയോ ഒരുപാട് നീണ്ടു പോകുന്നു അല്ലേ? നിർത്താൻ കേട്ടോ. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം.